ഓക്കെ ഗൈസ്, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. നമ്മളിന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് വാട്സപ്പിനെ കുറിച്ചിട്ടുള്ള നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു ട്രിക്കിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. വാട്സപ്പ് വലിയ രീതിയിൽ പ്രചാരം നേടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഈ ആപ്ലിക്കേഷനകത്തെ പല സാധ്യതകളും പലർക്കും ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്തൊരു സാഹചര്യമുണ്ട്. വാട്സപ്പിലെ പരസ്പര സന്ദേശങ്ങൾ കൂടുതൽ സ്വകാര്യതയോടെയും സൂക്ഷ്മതയോടും കൂടെ കൈമാറാൻ ആപ്പിനകത്ത് തന്നെ ചില പൊടിക്കൈകളുണ്ട്. അതെന്തൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാം നോക്കുന്നില്ല, നമ്മളതിൽ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിലെ ബ്ലൂ ടിക്ക്. നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിലും വരുന്ന ഒരു ബ്ലൂ ടിക്ക് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ആ ഒരു ബ്ലൂ ടിക്ക് ഒഴിവാക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വാട്സപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം വാട്സപ്പിനകത്തുള്ള മുകളിലുള്ള ഒരു 3 ഡോട്ട് മാർക്ക് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് ഏറ്റവും താഴെയായിട്ട് ആ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ, സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ട്, ചാറ്റ്സ്, നോട്ടിഫിക്കേഷൻ, സ്റ്റോറേജ് ആൻഡ് ഡാറ്റ, ഹെൽപ്പ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിനകത്ത് നമ്മൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് കുറേ ഓപ്ഷൻസ് കാണും. അതിനകത്ത് മുകളിൽ തന്നെ ആദ്യം കാണുന്ന ആ ഒരു പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ലാസ്റ്റ് സീൻ, അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊഫൈൽ ഫോട്ടോ, എബൌട്ട്, സ്റ്റാറ്റസ്, നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമെന്നുള്ളതായിരിക്കും. ഇതിനകത്ത് റീഡ് റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ ഇതാണ് നമ്മുടെ ഒരു ബ്ലൂ ടിക്ക് ഓഫ് ആക്കേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു റീഡ് റെസിപ്റ്റ്സ് ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്കാരെങ്കിലും ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മളത് ഓപ്പൺ ആക്കി നോക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ ആ ഒരു ബ്ലൂ ടിക്ക് കാണിക്കുന്നതല്ല. ഈ ഒരു റീഡ് റെസിപ്റ്റ്സ് ഓഫ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലൂ ടിക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഇത് ഗ്രൂപ്പ് ചാറ്റുകളിൽ നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളത് വായിച്ചു എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. പേഴ്സണൽ ചാറ്റിൻ്റെ ഈ ഒരു ബ്ലൂ ടിക്ക് ഒഴിവാക്കാൻ വേണ്ടി റീഡ് റെസിപ്റ്റ്സ് ഒരുപാട് സഹായിക്കും. സോ ഈ ഒരു ചെറിയൊരു അപ്ഡേറ്റ് വരാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നത്. ഇത് അറിയാവുന്ന ഒരുപാട് പേര് കാണും, അതുപോലെ തന്നെ അറിഞ്ഞുകൂടാത്തവരും കാണും. സോ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അടുത്ത വേറെ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.